ഈ ഒരു ഐറ്റം കൊണ്ടേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അതും നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കി. അതിന് ഈ വഴുതനങ്ങയൊക്കെ എടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് അത് എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും പാനിന്ന് അങ്ങോട്ട് മാറ്റി വെക്കണം. ഈ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിരിക്കണം കേട്ടോ, അത് മസ്റ്റ് ആണേ. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 4-5 വറ്റൽമുളകും പിന്നെ ഒരു ടീസ്പൂണോളം കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് അതും ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഈ വറ്റൽമുളകിൻ്റെ മിക്സ് ഒന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വഴുതനങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും ഇനി ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്കിതാണ് ഇതുപോലെ. ഇനി അതൊരു ബൗളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. കഴിഞ്ഞില്ല കേട്ടോ പരിപാടി. ഇനി അതിലേക്ക് ഒരു കാൽ കപ്പോളം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സമയം തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ കഴിഞ്ഞിടോ തീർന്നിടോ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആണ്. ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെയോ നല്ല ബെസ്റ്റ് ആണോ, അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു വട്ടം ട്രൈ ആക്കണ്ടായിട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കണോ.